സംസ്ഥാന വനംവകുപ്പിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ, ചീഫ് കൺസർവേറ്റർ ശ്രീ പ്രമോദ് ജി കൃഷ്ണൻ IFS നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്ന പെരിയാർ ടൈഗറിൻ്റെ ഇതിലാണ്. അത് വലിയ പാരമ്പര്യം വഹിക്കുന്ന ഒരു കടുവാ സങ്കേതം, ഇന്ത്യയിൽ തന്നെ വലിയ അഭിമാനം ഉള്ള ഒരു കടുവാ സങ്കേതം. ആ നിലയിലേക്ക് ഇപ്പോൾ വളർന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രയത്നം എങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം മുതൽ? പെരിയാർ നമ്മുടെ അഭിമാനമല്ലേ. വളരെ വർഷങ്ങൾ 1934 മുതൽ ആരംഭിച്ച ഒരു സംരക്ഷണ പാരമ്പര്യം പെരിയാറിനുണ്ട്. അത് ആദ്യം ഒരു മൃഗയാ വിനോദ സഞ്ചാര കേന്ദ്രമായിരുന്നു, വേട്ടയ്ക്ക് വേണ്ടി ഉണ്ടാക്കി. പിന്നീട് അതിൻ്റെ സംരക്ഷണ പ്രാധാന്യം കണ്ടുകൊണ്ട് അതിനെ ഇങ്ങനെ വളർത്തിയെടുത്താണ്. 1978 ഇതൊരു കടുവാ സങ്കേതമാവുന്നത്. അതിനു മുമ്പ് 1950 ഒരു വന്യജീവി സങ്കേതമാക്കി മാറ്റുന്നുണ്ട്. അതിൻ്റെ 75ാം വാർഷികമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 2000-ൻ്റെയൊക്കെ തുടക്കത്തിൽ, 1990-കളുടെ അവസാനം 2000-ൻ്റെ തുടക്കത്തിൽ ഈ കടുവാ പെരിയാറിന് ചുറ്റും ജീവിക്കുന്ന ജനവിഭാഗങ്ങളെ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുടെ ലൈവ്ലിഹുഡ്, സന്ധാരണ രീതികൾ, ലൈവ്ലിഹുഡൊക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് ടൂറിസവുമായൊക്കെ ബന്ധപ്പെടുത്തിയുള്ള വലിയ ഒരു പങ്കാളിത്ത വനപരിപാലനത്തിൻ്റെ മാതൃക നമ്മളിവിടെ പരീക്ഷിക്കേണ്ടായി. അത് വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയ സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലേക്ക് ഇത് പിന്നെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ കടുവാ സംരക്ഷണ പ്രദേശങ്ങളുടെയും മറ്റ് വന്യജീവി സംരക്ഷണ പ്രദേശങ്ങളുടെയും പരിപാലനത്തിനുള്ളൊരു മാതൃകയായിട്ട് മാറിയത് പെരിയാറിലെ ഈ പരീക്ഷണങ്ങളാണ്. ജനങ്ങളെ കൂടെ നിർത്താതെ, കർഷകരെ കൂടെ നിർത്താതെ സംരക്ഷണം സാധ്യമാവില്ല. അവരുടെ സുരക്ഷയും അവരുടെ ലൈവ്ലിഹുഡ് ഉറപ്പാക്കിക്കൊണ്ട് ടൂറിസവും മറ്റ് ജീവിത രീതികളും വിളക്കി ചേർത്തുകൊണ്ടുള്ള ഒരു വിജയകരമായിട്ട് നടപ്പിലാക്കുന്ന ഒരു സംരക്ഷണ സ്ഥലമാണ് പെരിയാർ കടുവാ സങ്കേതം. നമ്മൾ ഈ ടൈഗറിൻ്റെ കടുവകളുടെ ഒരു സെൻസസ് ആരംഭിക്കുകയാണ്. രാജ്യത്തെ മുഴുവനായിരുന്നു, കേരളത്തിൽ 2. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? എല്ലാ 2 വർഷവുമാണ്, ഓരോ വർഷമാണ് നടത്തി വരുന്നത്? ദേശവ്യാപകമായിട്ട് എല്ലാ 4 വർഷത്തിലൊരിക്കലാണ് ഇത്തരത്തിലുള്ള ഒരു സെൻസസ് നടപ്പിലാക്കുന്നത്. അപ്പോൾ കേരളത്തിൽ 2 കടുവാ സങ്കേതങ്ങളാണ് നമുക്ക്. പെരിയാറുണ്ട്, പിന്നെ പറമ്പിക്കുളമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സെൻസസിൽ സംസ്ഥാനത്തെ കടുവകളുള്ള സ്ഥലങ്ങൾ മുഴുവൻ തന്നെ ഇതിൻ്റെ കണക്കെടുപ്പിൻ്റെ പരിധിയിൽ വരും. ഇപ്പോൾ അതിൻ്റെ പരിശീലനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റിയാണ് അത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള വ്യക്തമായിട്ടുള്ള ഒരു നിയമാവലിയും ചട്ടക്കൂടുകളൊക്കെ തന്നെ, പ്രൊസീജിയറൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പരിശീലന പരിപാടികൾ ആരംഭിച്ചു. December 1 മുതൽ ഇതിൻ്റെ പ്രാഥമിക ഘട്ടം, 1ാം ഘട്ടം ആരംഭിക്കുന്നു. അതൊരു 8 ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യ ഘട്ടം. പിന്നീട് ക്യാമറകൾ ഡിപ്ലോയ് ചെയ്യും. ഇതിനെ ഒരു റീക്യാപ്ചർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിതിനെ വിലയിരുത്തുന്നത്. അപ്പോൾ കേരളത്തിൽ പല ഗ്രിഡുകളാക്കി തിരിച്ച് ക്യാമറ ട്രാപ്പുകൾ വിന്യസിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് ഒരു DNA അനാലിസിസ് വരെ പോകുന്നുണ്ട് ഇന്നൊരു ഘട്ടത്തിൽ. അവസാനം ഒരു മെയ് മാസത്തോടു കൂടി നമ്മുടെ ഈ ഫീൽഡിൽ നിന്നുള്ള വിഭവശേഖരണമൊക്കെ പൂർത്തിയാക്കി, അതിനുശേഷം ഒരു ജൂൺ മാസത്തോടു കൂടി ഇതിൻ്റെ അനാലിസിസ് പൂർത്തിയാക്കി കണക്കെടുപ്പ് വിവരങ്ങൾ, അതിൻ്റെ ഡാറ്റ വെളിയിൽ വരാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ കടുവകളുടെ എണ്ണം കൂടി വരികയാണോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? എത്രയാണ് അതിൻ്റെ എണ്ണം ഇപ്പോൾ? നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 സെൻസസ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം കേരളത്തിൽ നമ്മുടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് പറ്റിയ രീതിയിലുള്ള സ്ഥിരതയാർജിച്ച ഒരു പോപ്പുലേഷനാണ്. ഏതാണ്ട് 213 കടുവ എന്നാണ് നമ്പറിൽ കഴിഞ്ഞ വർഷം കണ്ടത്. പക്ഷെ അതിലുപരിയായിട്ട് ആ ട്രെൻഡ്, അതായത് ഒരു സ്ഥിരതയാർജിച്ചതും ഒരു മാർജിനലി ഇൻക്രീസിംഗ് എന്നുള്ളൊരു ട്രെൻഡാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് യോജിച്ചതാണെന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു അസസ്മെൻറ്റ്. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ 4 വർഷത്തിനുള്ളിലുള്ള എന്താണ് മാറ്റം എന്നുള്ളത് ഈ ഒരു സെൻസസ് കഴിയുമ്പോഴാണ് നമുക്ക് വ്യക്തമായിട്ടും വിശദമായിട്ടും പറയാൻ കഴിയുക. സെൻസസ് എന്ന് പറയുമ്പോൾ നമുക്ക് കൗതുകമാണ്. അപ്പോഴും കടുവേനെ എങ്ങനെ എണ്ണിയെടുക്കുകയാണോ എന്നുള്ളൊരു ചോദ്യം പലർക്കും മനസ്സിലുണ്ടാവും. ക്യാമറ വെക്കുന്നു, ഇതിനൊരു യുണീക്ക് വരയുമായി ബന്ധപ്പെട്ട് ഇതിനൊരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞേക്കുന്നത് എന്താ അതിൻ്റെ? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ റീക്യാപ്ചർ എന്ന് വിളിക്കുന്നൊരു മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഒരു കടുവ കാടിനെ പല ബ്ലോക്കുകളാക്കി തിരിക്കും, ഗ്രിഡുകളാക്കി തിരിക്കും. എന്നിട്ട് കടുവ സഞ്ചരിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ 2 ക്യാമറകളെ വയ്ക്കാം ഒരേ സമയത്ത്. അപ്പോൾ ആ സഞ്ചാരപഥത്തിൽ കടുവ വരുമ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്യാണ്, ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ 2 വശങ്ങളും കിട്ടും. അപ്പോൾ നമ്മുടെയൊക്കെ തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് പോലെ തന്നെ ഓരോ കടുവയ്ക്കും വളരെ യുണീക്കായിട്ടുള്ള വരകളുണ്ട്. ആ വരകളെ നോക്കിയിട്ടാണ് വ്യത്യസ്തമായിട്ടുള്ള കടുവകളെ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. അങ്ങനെ 30 ദിവസം തൊട്ട് 45 ദിവസം വരെയാണ് ഒരു സ്ഥലത്ത് ഇത് വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു മെത്തഡോളജി ഇപ്പോൾ ശാസ്ത്രീയമായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു മെത്തഡോളജിയാണ്. കടുവകൾ പലയിടങ്ങളിലും, വയനാട്ടിലാണെങ്കിലും ഇടുക്കിയിൽ ഗ്രാമ്പിയിലാണെങ്കിലും കടുവ നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ഉണ്ടായി. ആളുകൾ വലിയ ഭീതിയുള്ള ഏരിയകളുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ തടയിടുന്നതിന് വനംവകുപ്പിൻ്റെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇപ്പോൾ ഈ സെൻസസ് പോലും അത്തരം
കാര്യങ്ങളിലേക്കുള്ള, അതായത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്നുള്ളത് സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയൊക്കെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. നമ്മൾ വനസുരക്ഷ എന്ന് പറയുന്നത് ജനസുരക്ഷ കൂടിയാണ്. തിരിച്ചു ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ, ഇപ്പോൾ സൂചിപ്പിച്ച പോലുള്ള സ്ഥലങ്ങൾ അടക്കമുള്ള നമ്മൾ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്, അതിശക്തമായിട്ടുണ്ട്. പിന്നെ ക്യാമറകളുണ്ട്, നമ്മുടെ റാപ്പിഡ് റെസ്പോൺസ് ടീമുകളുണ്ട്. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ നടത്തുന്ന ഈ കണക്കെടുപ്പ് പോലും ഇത്തരം ശ്രമങ്ങളെ, ഇപ്പോൾ ഏതെല്ലാം ഭാഗത്താണ് ഇതിൻ്റെ എങ്ങനെയാണ് ഇത് വിന്യസിക്കപ്പെടുന്നത്, അതിൻ്റെ പോപ്പുലേഷനിലുള്ള വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ളൊരു അവസരങ്ങളോട് കൂടി തന്നെയാണ്. അപ്പോൾ നമ്മൾ വളരെ ജനകീയമായിട്ട് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി എന്നാൽ ശാസ്ത്രീയവും പാരമ്പര്യവുമായ അറിവുകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. വനംവകുപ്പ് ഏറെ പഴി കേൾക്കുന്ന ഒരു കാലമാണ്. വലിയ തോതിൽ വന്യമൃഗ സംഘർഷം നടക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ അതിന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയുമ്പോൾ പല ഇപ്പോൾ നിയമങ്ങളുടെ ഒരു അമെൻമെൻറ്റ് നടത്താൻ പോകുന്നു അല്ലെങ്കിൽ നടക്കുന്നു എന്ന് പറയുന്നു. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും സ്റ്റേറ്റിന് ഇതിനെ എത്രത്തോളം കാര്യക്ഷമമായിട്ട് അതിനെ ഒന്ന് പിടിച്ചു നിർത്താൻ കഴിയും ഈ സംഘർഷത്തെ? നമ്മുടെ സർക്കാരും വനം വകുപ്പും ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം എന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ആദ്യമായിട്ട് നമ്മൾ ചെയ്തത്. ഇത് ഒരുപക്ഷെ വനം വകുപ്പിന് മാത്രം കൈകാര്യം ചെയ്ത് തീർക്കാൻ പറ്റില്ല, അത് എല്ലാവരുടെയും സഹകരണം, എല്ലാ വകുപ്പുകളുടെ സഹകരണം വേണം. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ഇതിനൊരു സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന കുറേ നടപടികളുണ്ട്. ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്തെ ഇത്തരം ഹോട്ട്സ്പോട്ടുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ആദ്യം ഇപ്പോൾ 273 പഞ്ചായത്തുകളിലാണ് കഴിഞ്ഞ വർഷം നമ്മളത് കണ്ടത്. പക്ഷേ അതിനുശേഷം നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ സൗരോർജ്ജ വേലികളടക്കം നമ്മുടെ കാട്ടിലെ ഭക്ഷ്യലഭ്യത വർദ്ധിപ്പിക്കുന്ന പരിപാടികൾ, ജനകീയ സന്നദ്ധ പ്രതിരോധ സേനകൾ ഉണ്ടാക്കുക, നമ്മുടെ വനംവകുപ്പിലെ RRTകളെ, റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ആധുനികവൽക്കരിക്കുക, പിന്നെ അങ്ങനെ ധാരാളം പ്രവർത്തനങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗമായിട്ട് ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഇപ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ ചെയ്തു വരുന്നത്, ഒന്ന് പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചിട്ട്, ഈ പ്രശ്നബാധിതമായി എന്ന് പറയുന്ന പഞ്ചായത്തുകളിൽ 210 പഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു തീവ്രയജ്ഞ പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് അവലാദികളോ അല്ലെങ്കിൽ അവരുടെ പരാതികളും കേൾക്കുകയും അതിന് അതാത് പ്രദേശങ്ങളിൽ സാധ്യമായിട്ടുള്ള പരിഹാരങ്ങൾ അവിടെ ചെയ്യും. അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ പഞ്ചായത്ത് തീർക്കാൻ പറ്റും, ചിലപ്പോൾ ജില്ലാതലത്തിലായിരിക്കണം ചിലപ്പോൾ വരിക. കാരണം ഈ മനുഷ്യ വന്യജീവി സംഘർഷം എന്ന് വിളിക്കുന്ന അത്യന്തം സങ്കീർണമായിട്ടൊരു പ്രശ്നമായതുകൊണ്ട് പല വകുപ്പുകളുടെ ഇടപെടൽ വേണം. ഇപ്പോൾ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് തൊട്ട് നമ്മുടെ ബിഹേവിയറിൽ വരുന്ന പ്രശ്നങ്ങൾ തൊട്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ പിന്നീട് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ചെയ്യേണ്ട പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ അതാത് തലങ്ങളിൽ കൈകാര്യം ചെയ്യാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നമ്മൾ നടത്തി വരുന്നത്. അതിന് നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നോക്കൂ ഉള്ള ഒരു മൊത്തത്തിലുള്ളൊരു പിക്ചർ കാണുമ്പോൾ നമ്മൾ ഇപ്പോൾ പാമ്പ് കടിയേറ്റ് മരിക്കുന്നതായിരുന്നു വളരെ അധികം. നമ്മുടെ സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരുന്നത് പാമ്പ് കടിച്ചിട്ടാണ്, വനത്തിന് പുറത്തെ. അതിൽ വളരെ നിർണായകമായ കുറവ് വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് അതിനുവേണ്ടി നമ്മൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ഏതാണ്ട് ഒരു 3500ഓളം വോളണ്ടിയേഴ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ഒരു 16,000ഓളം പാമ്പുകളെ, ജനവാസ മേഖലകളിലുള്ള പാമ്പുകളെ നമ്മൾ ഒരു വർഷം പിടിച്ചു മാറ്റാറുണ്ട്. അതല്ലെങ്കിൽ അങ്ങനെ ഒരു 150 പേര് മരിച്ചിരുന്ന ഒരു കാലത്ത് കഴിഞ്ഞ വർഷം നമുക്കത് 34 പേരിലേക്ക് ചുരുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിന് കഴിഞ്ഞ 5 വർഷം ഈ ട്രെൻഡാണ്. അപ്പോൾ ഇനിയും അത് കുറച്ച് പൂർണ്ണമായിട്ടും പാമ്പ് കടി മൂലമുള്ള മരണം കുറയ്ക്കണമെന്നാണ്. അപ്പോൾ പിന്നെ ബാക്കിയായത് കഴിഞ്ഞ വർഷം 19 പേരാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആനയുടെ മുന്നിൽപ്പെട്ട് മരിച്ചത്. 6 മാസമല്ല, 24-25 സാമ്പത്തിക വർഷത്തിൽ 19 പേരാണ് ആനയുടെ മുമ്പിൽപ്പെട്ട് മരിക്കുന്നത്. അപ്പോൾ അതും ആനയെ ആക്രമിച്ചുള്ള മരണങ്ങൾ കൂടി വരികയല്ലേ? അല്ല, കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം അത് 37ആയിരുന്നു. അതും ഏറ്റവും കുറഞ്ഞു നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ കണക്കുകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരണസംഖ്യ കുറയുകയാണ്. പക്ഷേ ഒരു മരണം പോലും ഉണ്ടാവരും തന്നെ നമ്മൾ പറയുന്നത്. നമ്മളൊരു പരിഷ്കൃത സമൂഹമാവുമ്പോൾ ഒരു മരണം പോലും ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ചാണ് നമ്മൾ സ്വപ്നം കാണുന്നത്. അല്ലാതെ ഇത് കുറഞ്ഞു വരുന്നത് കൊണ്ട് ആശ്വസിക്കാനുള്ള കാര്യമൊന്നും ഉണ്ടായിട്ടില്ല. കാട്ടാനകളുടെ എണ്ണം വല്ലാതെ പെരുകി എന്നുള്ളത് നമുക്ക് ആ കണക്കുകൾ വെച്ച് പറയുമ്പോൾ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഇതിൻ്റെ ഒരു പോപ്പുലേഷൻ സ്റ്റഡിയിൽ പറയുന്നത്, ഇതിൻ്റെ ഇപ്പോൾ ആനകളുടെ എണ്ണത്തിൽ ഏതാണ്ട് 2000 ആനകളാണ് നമ്മൾ നടത്തിയ 2 സെൻസസുകളിൽ കേരളത്തിൽ കണ്ടത്. അതേസമയം തന്നെ ഏറ്റവും അടുത്ത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഒരു ജനിതക പഠനത്തിൽ 2700
ഏതാണ്ട് 2750 ആനയോടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ആനയുടെ ഒരു കാര്യം എന്ന് വിളിക്കുന്നത് നമുക്കിതിനെ ഒരു സംസ്ഥാനത്തിൻ്റെ ഒരു 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 അതിർത്തിക്കുള്ളിൽ നിർത്താൻ പറ്റില്ല. ഇതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുന്ന സ്പീഷീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളം, കർണാടക, തമിഴ്നാട് ഈ 3 സംസ്ഥാനങ്ങളിലെ പോപ്പുലേഷനാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ചിലപ്പോൾ നമ്മൾ കണക്കെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മൂവ്മെൻറ്റ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ഏറ്റക്കുറച്ചിലുകൾ നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഈ കേരളത്തിലെ പോപ്പുലേഷൻ ഏതാണ്ട് സ്ഥിരതയാർജിച്ചാണ്. ഇപ്പോൾ നമ്മുടെ തെക്കേ ഇന്ത്യയിൽ 11,000 ആനകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏതാണ്ട് ഒരു സ്ഥിരതയാർജിച്ച ഒരു പോപ്പുലേഷൻ തന്നെയാണ്. പക്ഷേ ശരിയാണ്, ചില സ്ഥലങ്ങളിൽ പ്രാദേശികമായിട്ട് ഇതിന് വർധനവ്, ഇതിൻ്റെ സാന്നിധ്യം കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിന് പല കാരണങ്ങളും ശാസ്ത്രം പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഭക്ഷണം തേടിയുള്ള യാത്രയായിരിക്കും. തുരുത്തുവൽക്കരിക്കപ്പെടുമ്പോൾ ഒരു സ്ഥലത്ത് ചുരുങ്ങിപ്പോകുന്ന ആനയുടെ കൂട്ടമുണ്ട്. അങ്ങനെയുള്ള നാനാ വിധത്തിലുള്ള കാരണം കൊണ്ട് ആ രീതിയിലുള്ള സാന്നിധ്യം അനുഭവപ്പെടുന്ന പ്രശ്നങ്ങളുമുണ്ട്. മുൻകാലങ്ങളിൽ ഒന്നും കാണാത്ത തരത്തിൽ ഈ വനാതിർത്തി കടന്ന് നാട്ടുമേഖലകളിലേക്ക് വന്ന് ഈ ആക്രമണം ആണ് ജനങ്ങൾ വലിയ ഭീതിയിലേക്കാകുന്നത്. അതിൻ്റെ കാരണം വളരെ കൃത്യമായി പഠിക്കാൻ വനംവകുപ്പിൻ്റെ സംവിധാനം ഒരുങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഇതുമായി സംബന്ധിച്ച്, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, നമ്മൾ ഇപ്പോൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ അതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വിളിക്കുന്നത് ഈ അറിവ് ആണ്. അത് അറിവ് എന്ന് വിളിക്കുന്നത് 2 തരത്തിലും പറയാം. ഒന്ന് പാരമ്പര്യമായിട്ട് ഗോത്രവർഗ്ഗക്കാരുടെ അറിവുകളുണ്ട്. അതിനുവേണ്ടി കേരളത്തിലെ എല്ലാ ഗോത്രവർഗ്ഗ ഉന്നതികളിലും നമ്മൾ ചെന്നിട്ട് ഇത്തരത്തിലുള്ള അറിവുകൾ എന്തുകൊണ്ടാണ് ഇതെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് സംവദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രം തന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അറിവ് നേടാനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് നമുക്കറിയില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഡിഗ്രി ഊഷ്മാവ് മാറിക്കഴിഞ്ഞാൽ സമാനമായിട്ടുള്ള ആവാസ വ്യവസ്ഥ ലഭിക്കാനായിട്ട് ഒരു ജീവി 270 മീറ്റർ മേലെ കയറണമെന്നാണ്, അല്ലെങ്കിൽ 270 കിലോമീറ്റർ ധ്രുവപ്രദേശത്ത് സഞ്ചരിക്കണമെന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടക്കുന്നുണ്ടോ ഇവരുടെ സഞ്ചാരപഥങ്ങളിൽ, അവരുടെ സഞ്ചാര രീതികളിൽ ഇത്തരത്തിലുള്ള ക്രമപ്പെടുത്തലുകൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് അതൊക്കെ ശാസ്ത്രത്തിൽ ഇനി പഠിക്കേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ അത്തരം ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ ഒരു സിമ്പിളായ ഒരു കാര്യം ചോദിക്കാം. ഇന്നലെ ഗ്രാമ്പിയിൽ ഒരു 2 കാട്ടുപന്നികൾ ഒരു കിണറ്റിൽ വീണു. അവിടെ നിന്ന് കാട്ടുപന്നികളെ രക്ഷിച്ച് വനത്തിലേക്ക് അയച്ചു എന്നുള്ളൊരു പോസ്റ്റ് ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫേസ്ബുക്കിലിരുന്നു. സ്വാഭാവികമായും ആളുകൾ കാണുമ്പോൾ ഇങ്ങനെ അവിടെ കാട്ടുപന്നി വരുന്നു, അത് ആക്രമിക്കാൻ സാധ്യതയുണ്ടായിരുന്നു, അത് കിണറ്റിലാണ് വീണത്. പക്ഷേ അതിനെ എന്തുകൊണ്ട് അവിടെ കള്ളിങ് നടത്തുന്നില്ല, അല്ലെങ്കിൽ അതിനെ കൊല്ലുന്നില്ല, അല്ലെങ്കിൽ അതിന് അത്തരം പ്രവർത്തികളിലേക്ക് പോകാതെ അതിനെ എന്തുകൊണ്ട് റെസ്ക്യൂ ചെയ്ത് പിന്നീട് കാട്ടിലേക്ക് വീണ്ടും വിടാനായിട്ട് നോക്കൂ നമ്മൾ ഈ ഹത്യ എന്ന് വിളിക്കുന്നത് നമ്മൾ അവസാനം ചെയ്യുന്നൊരു കാര്യമാണ്, ഏറ്റവും അവസാനം ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അത് ഞാൻ മിക്കവാറും ഊഹിക്കുന്നതാണ്. ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിസ്സഹായമായിട്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ ഒരു കിണറ്റിൽ വീണതാണ്. അവർ രക്ഷപ്പെടുത്തുക എന്നുള്ള ഒരു പ്രാഥമിക ഒരു മാനുഷികമായിട്ടുള്ളൊരു കാര്യമായിരിക്കും അവർ ചെയ്തിരിക്കുക. അല്ലാതെ അപ്പോൾ അങ്ങനെ തന്നെ കണ്ടാൽ പോരെ. നമ്മളിപ്പോൾ നാട്ടിൻ പുറത്ത് ഇറങ്ങി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശല്യം ഉണ്ടാക്കാതിരിക്കുന്ന ഒരു മാനുഷിക പരിഗണന കൊടുത്ത് വിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ ചിലപ്പം ഭീതിയിലാകാം. ഈ പന്നികൾ കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ ആളുകളിലൊക്കെ അവിടെ വന്ന് ആക്രമിക്കുന്ന പതിവ് ഉണ്ടാവാം, അവർ കൃഷി നശിപ്പിക്കുന്നുണ്ടാവും. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു മാനസികാവസ്ഥ മറ്റൊരു തരത്തിലല്ലേ? അല്ല, ആയിരിക്കാം. ഞാൻ ആ ഒരു ആംഗിളല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തെ അത് കൈകാര്യം ചെയ്തത് മിക്കവാറും ആ മാനുഷിക പരിഗണന മാത്രമാണ്. കിണറ്റിൽ വീണുപോയ ഒരു റെസ്ക്യൂ. അതിപ്പോൾ ഒരു കുറ്റവാളി നമ്മളൊരു അപകടത്തിൽപ്പെട്ടാലും നമ്മൾ രക്ഷിക്കുന്ന ഒരു ധർമ്മം പലപ്പോഴും വരാറുണ്ട്. അപ്പോൾ അത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പന്നികളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് വ്യക്തമായിട്ടുള്ള നിലപാട് വനംവകുപ്പ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. നാട്ടിൻ പുറങ്ങളിൽ കൃഷിക്കും ജീവനും ഭീഷണിയാവുന്ന പന്നികളെ കൊന്നൊടുക്കാനുള്ള അല്ലെങ്കിൽ ഉന്മൂലനം ചെയ്യാനുള്ള അധികാരം പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി നടക്കുന്നുണ്ട്. ഇതൊരു രക്ഷാപ്രവർത്തനം. ഒരു അപകടത്തിൽപ്പെട്ട ഒരാളെ ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ ഒരു രോഗശയ്യയിൽ വന്നു കിടക്കുന്ന ഒരു രോഗി, അത് അയാളുടെ ഒരു പശ്ചാത്തലം പലപ്പോഴും ഒരു ഡോക്ടർ പരിശോധിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ അതൊരു സ്വാഭാവികമായിട്ടുള്ള റിയാക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ പരാതികൾ സ്വീകരിക്കുന്നു, അതിനെ തുടർന്നുള്ള നടപടികൾ ഉണ്ടാകുന്നു. എന്താണ് അതിൻ്റെ ഒരു പുരോഗതി എവിടം വരെ? അത് വളരെ വിപുലമായ രീതിയിൽ ചെയ്തൊരു പരിപാടിയാണ്. അത് ഒത്തിരി നമുക്കൊക്കെ തന്നെ വളരെയധികം പ്രതീക്ഷ നൽകുന്നൊരു പരിപാടിയായിരുന്നു. നമ്മൾ 210 പഞ്ചായത്തുകളിലാണ് ഈ ശ്രമം നടത്തിയത്. പരാതി പെട്ടികൾ നമ്മൾ വെക്കുകയുണ്ട്, ആളുകളുടെ നിന്ന് പരാതി ക്ഷണിച്ചു. അപ്പോൾ അതിലൊരു 36,000-ഓളം പരാതികളാണ് മൊത്തത്തിൽ നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രാദേശിക തലങ്ങളിൽ പഞ്ചായത്ത് തലത്തിലൊക്കെ തീർക്കാവുന്ന പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ആ ലെവലിൽ തീർക്കാൻ നോക്കുന്നു. ചിലത് ജില്ലാ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് ആ തലവും നമ്മൾ ഏതാണ്ട് പൂർത്തീകരിക്കുന്നുണ്ട്.
ഇനിയുള്ളത് സംസ്ഥാന തലത്തിലാണ്. സംസ്ഥാന തലത്തിൽ പല വകുപ്പുകളുടെ പ്രാതിനിധ്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഈ കിട്ടിയ പരാതികളെ, സംസ്ഥാന തലത്തിലേക്ക് വന്ന പരാതികളെ നമ്മളത് ക്രമപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലാണ്. ചില പരാതികൾ ചിലപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം, നയപരമായിട്ടുള്ള തീരുമാനങ്ങൾ വേണ്ടതുണ്ട്. അതും നമ്മൾ ആ തണത്തിൽ നമ്മൾ മുന്നോട്ട് പോകും. അതിനും പുറമേ തന്നെ നമ്മളിതിന് ശേഷം നമ്മൾ ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാനും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതിവിടെ കൊണ്ട് നിർത്താനല്ല, നമുക്ക് ഓരോ പഞ്ചായത്തുകൾക്ക് വിശാലമായിട്ട് ഉള്ള ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെങ്കിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. ആ ചെയ്യാവുന്ന കാര്യങ്ങളെ നമ്മൾ കണ്ടുപിടിച്ച് അത് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി അത്തരം പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മുടെ നിയമങ്ങൾ പലപ്പോഴും കാലോചിതമായ മാറ്റം വരുത്തേണ്ടതുണ്ട് ഈ വിഷയങ്ങളിൽ എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രത്യേകിച്ച് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഈ ഒരു ഇത്രയും രൂക്ഷമായ അവസ്ഥയിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമത്തിലുള്ള അമെൻഡ്മെൻറ്റ് അതിനൊക്കെ സാധ്യമാകേണ്ട സമയം അതിക്രമിച്ചില്ലേ? അല്ല, ഇത് നോക്കൂ, നമ്മൾ ഇതൊക്കെ അതൊരു എന്താ പറയുക, ഏതു നിയമവും കാലോചിതമായിട്ട് മാറണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിപ്പോൾ വന നിയമം മാത്രമൊന്നുമല്ല, വന്യജീവി നിയമം മാത്രമല്ല, ഏത് നിയമവും കാലോചിതമായി മാറണം. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പെരിയാർ ടൈഗർ റിസർവാണ് ഏറ്റവും കാലോചിതമായ രീതിയിൽ വന്യജീവി നിയമം മാറാനായിട്ട് പ്രേരകമായിട്ടുള്ളത്. 2006 ഇന്ന് ഇവിടെ നടത്തിയ പങ്കാളിത്ത പരിപാലനത്തിനെ ബേസ് ചെയ്തിട്ടാണ് അന്നത്തെ വലിയൊരു അമെൻമെൻറ്റ് വന്നത്. അപ്പോൾ അതുപോലെ സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് മനുഷ്യ വന്യജീവി സംഘർഷം മാത്രമൊന്നുമല്ല, ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ കാടുകൾ തുരുത്തുവൽക്കരിക്കപ്പെടുന്നതിനെതിരെ ഉള്ള ഇത് വേണം, നമ്മുടെ ആവാസ വ്യവസ്ഥകളെ ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ വേണം, മനുഷ്യ വന്യജീവി സംഘർഷത്തെ നേരിടാനുള്ള പല രീതിയിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള നിയമവ്യവസ്ഥ തീർച്ചയായിട്ടും നമുക്ക് വരേണ്ടതുണ്ട്. അത് വരൂ തന്നെ ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ പ്രതീക്ഷ. സാർ, നമ്മൾ പറഞ്ഞ പോലെ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് വലിയൊരു ഘടകമാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ മൂന്നാറിലൊക്കെ അവിടെയുള്ള പ്ലാന്റിലൊക്കെ വന്നിട്ട് വലിയ തോതിൽ ആന സ്ഥിരമായി വരുന്നു, ആ പ്രദേശമാകെ അത് കറങ്ങി നടക്കുന്നു, വലിയ ഭീതി ഉണ്ടാക്കുന്നു. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് അത് ജനങ്ങളിലേക്ക് കൂടുതൽ അവയർനെസ് ഉണ്ടാക്കാൻ അത് വനംവകുപ്പിന് മാത്രം കഴിയില്ലല്ലോ, മറ്റ് സംവിധാനങ്ങൾ കൂടി ഉണർന്ന് ഇനിയും പ്രവർത്തിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് ഈ ഒരു മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണം മാത്രമല്ല, നമ്മുടെ അതൊരു മൊത്തത്തിലുള്ളൊരു ബാധ്യത കൂടിയാണ്. അപ്പോൾ ചില പ്രദേശങ്ങളിൽ ഇത് മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ നിർണായക ഘടകമാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ താങ്കൾ തന്നെ സൂചിപ്പിച്ച മൂന്നാറിലെ വേസ്റ്റ് ഇടുന്ന പ്രദേശം നമ്മളത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കേരളത്തിലെ വേറെ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ എന്താ നേരത്തെ പറഞ്ഞ പോലെ വേസ്റ്റ് വരുന്ന സ്ഥലങ്ങളിൽ മറ്റുള്ള ജീവികൾ പെരുകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പിടിക്കാനായിട്ട് വേറെ ചില ജീവികൾ കടന്നു വരുന്ന പോലുള്ള ബന്ധങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മുടെ സ്വഭാവചര്യയുടെ ഭാഗമായിട്ട് മാറണം. അപ്പോൾ നോക്കൂ, മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണം നമ്മളിൽ തുടങ്ങുകയാണ്. അതൊരു വകുപ്പിൻ്റെയോ ഒരു വിഭാഗം ആളുകളുടെയോ മാത്രം സംഗതിയല്ല, നേരെ മറിച്ച് എല്ലാവരുടെയും ഉത്തരവാദിത്വം കൂടി ഇതിലുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ ആക്രമണങ്ങളിൽ കൊടുക്കുന്ന നഷ്ടപരിഹാരം തുക പോലുള്ള സംഗതികളുണ്ടല്ലോ, അത് വളരെ കൃത്യമായി വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്നുണ്ടോ? നമ്മൾ നോക്കൂ, ഒരു വ്യക്തിക്കൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് എത്ര തുക കൊടുത്താലും നമുക്കത് പരിഹരിക്കാവുന്നതല്ല. എന്നാലും നമുക്ക് ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് ഇത് എന്താ പറയുക, വളരെ ഒരു പരിധി വരെയൊക്കെ വളരെ കാര്യക്ഷമമായിട്ടൊക്കെ തന്നെ കൊടുക്കാൻ കഴിയുന്നുണ്ടെന്നുള്ളതാണ്. ഞങ്ങളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു 90, ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ സാമ്പത്തിക വർഷത്തിന് അവസാനമാകുമ്പോൾ ഏതാണ്ട് 95% കേസുകളിൽ തന്നെ നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള 5% പലപ്പോഴും സംഭവിക്കുന്നത് ചില രേഖകളുടെയൊക്കെ ഒരു അഭാവം വരാറുണ്ട്. അത് ഡോക്യുമെൻറ്റേഷൻ വാങ്ങാനുള്ള കാലതാമസം പല കാരണം കൊണ്ട് വരാറുണ്ട്. അത് ആരുടെയും കുറ്റം കൊണ്ടൊന്നും ആയിരിക്കണമെന്നില്ല, അല്ലാതുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള കാലതാമസം കൊണ്ട് വരുന്നതുണ്ട്. പക്ഷേ ഈ തീവ്രയജ്ഞത്തിൻ്റെ സമയത്ത് നമ്മൾ അതിനും ഒരു മുൻഗണന കൊടുത്ത് പരമാവധി വേഗത്തിൽ ആകാവുന്ന സമാശ്വാസം നൽകാനുള്ളൊരു ശ്രമം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരം പ്രോജക്റ്റുകളൊക്കെ വനംവകുപ്പ് നടപ്പാക്കി വരുന്നു. പ്രത്യേകിച്ച് പെരിയാർ ടൈഗർ റിസർവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ വലിയ മാതൃകാപരമായ പല പ്രവർത്തനങ്ങളും റിസർവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ പറയുന്നത് പോലെ വലിയ പിടിച്ചുപറിയും കൊള്ളയൊക്കെ നടന്നിരുന്ന ഒരു പ്രദേശത്തെ ആളുകളെ അവരെ പുനരധിവസിപ്പിച്ച് അവർക്ക് ജോലി നൽകി അവർ വനംവകുപ്പിൻ്റെ ഭാഗമാക്കി മാറ്റി. അവരിപ്പോൾ അതിനുവേണ്ടി വളരെ തീവ്രമായി പ്രവർത്തിക്കുന്ന ആളുകളാണ്. ആ ഒരു പ്രോജക്റ്റൊക്കെ നടപ്പാക്കിയതിനെ സാറെങ്ങനെ? വളരെ നമുക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. പിന്നൊക്കെ ഏതാണ്ട് 20-25 വർഷങ്ങൾക്ക് മുമ്പാണ് നമ്മൾ ഈ പങ്കാളിത്ത വനപരിപാലനം പെരിയാറിൽ ആരംഭിക്കുന്നത്. അപ്പോൾ അന്നൊക്കെ ഇവിടെ ജോലി ചെയ്യാൻ വരുമ്പോൾ കണ്ട ആളുകളൊക്കെയാണ് ഇപ്പം ഇന്നും കാണുന്നത്. അപ്പോൾ അന്നത്തെ സാഹചര്യമൊക്കെ വളരെ വ്യത്യസ്തമാണ്. എന്ന് വെച്ചാൽ വളരെ ഒരു ടൂറിസം കേന്ദ്രമാണ്. പക്ഷേ ഈ ടൂറിസം കൊണ്ടുള്ള ഒരു മെച്ചപ്പെടലൊന്നും ഇവിടെയുള്ള ആളുകൾ കിട്ടാറില്ല. കുറച്ച് ആളുകൾ മാത്രം പോകുന്നു. ഒരു അധോലോകത്തിൻ്റെ ഒക്കെ ഒരു ലുക്കൊക്കെ അന്നുണ്ടായിട്ടുണ്ട് ആദ്യകാലങ്ങളിൽ.
ഇവിടെ DD ആയിരുന്നു. ഞാനിവിടെ 6 വർഷത്തോളം ഈ 2000 മുതൽ 2006 വരെ ഇവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. അപ്പോൾ അന്ന് ഈ കാട്ടിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാട്ടിൽ വേട്ട നടക്കുന്നുണ്ട്, മരം മുറിക്കുന്നുണ്ട്, അവരെ പിടിക്കാൻ വേണ്ടി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പുറകെ നടക്കുന്നുണ്ട്, സംഘർഷം, പിന്നെ മറ്റ് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി ഒരു അത്ര ആശാസ്യകരമല്ലാത്ത പ്രവണതകൾ ഈ നഗരത്തിലുണ്ടായിരുന്നു. ആളുകൾക്ക് ടൂറിസ്റ്റുകൾ വന്നാലും ആകെപ്പാടെ ബോട്ടിങ്ങിന് പോകാനൊരു അവസരം മാത്രമേ ഉള്ളൂ. അത് ആ സമയത്താണ് വേറൊരു ആലോചന വരുന്നത്. നമ്മളെല്ലാവരും കൂട്ടായിരുന്നു ആലോചിച്ചതാണ്. നമ്മൾ ആലോചിച്ചത് ഈ തദ്ദേശീയരായിട്ടുള്ള ആളുകളെ ഇതിൽ ഉൾക്കൊള്ളിക്കണം. ആളുകൾ കാടിനെ ആശ്രയിക്കുന്നത് പട്ടിണി കൊണ്ടാണ്. ആ പട്ടിണി മാറ്റി അവർക്ക് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു നോക്കുമ്പോൾ ചിലപ്പോൾ വനം സംരക്ഷിക്കും. അത് വനസംരക്ഷണ പ്രവർത്തനവുമായി ചേർന്നിട്ടാണെങ്കിൽ ഗംഭീരം എന്നുള്ളൊരാശയം വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഏറ്റവും കൂടുതൽ വേട്ട നടക്കുന്ന പ്രദേശങ്ങളുടെ സംരക്ഷണം പഴയ വേട്ടക്കാർ കുറച്ച് പേര് മനസാന്തരം അവർ പറഞ്ഞ് മുന്നോട്ട് വരുന്നുണ്ട്, അവരെ ഏൽപ്പിക്കുകയാണ്. പക്ഷെ അവർക്ക് ശമ്പളം കൊടുക്കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ കുറച്ച് പേരെ അങ്ങോട്ട് വിടാൻ തുടങ്ങി. അപ്പോൾ ഇവർക്കുള്ള ശമ്പളം ഈ ടൂറിസ്റ്റുകൾ തരുന്ന വരുമാനത്തിൽ നിന്ന് വരണം. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ്. ടൂറിസ്റ്റുകൾക്ക് പുതിയൊരു പെരിയാറിൻ്റെ വന്യത കാണാനുള്ളൊരു അവസരമായിട്ട് ഇത് മാറുകയാണ്. നാട്ടുകാർക്ക്, തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക്, ഗോത്രവർഗ്ഗത്തിലുള്ള ആളുകൾ പ്രത്യേകിച്ചും അവർക്ക് ജീവിക്കാനുള്ളൊരു ഉപാധി തെളിഞ്ഞു കിട്ടുകയാണ്, ഏതെങ്കിലും ഡീസൻ്റ് ആയിട്ടുള്ളൊരു ജോലി. മൂന്നാമത് വനംവകുപ്പിനെ സംബന്ധിച്ച് നമുക്ക് എന്ത് കിട്ടുകയാണ്, ഒരു സംരക്ഷണം, കാടിൻ്റെ സംരക്ഷണം കൂടുതൽ മെച്ചപ്പെട്ടു, പഴയ സംഘർഷാവസ്ഥ മാറുന്നു. അങ്ങനെ ഒരു എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളൊരു സാധനം വരുന്നു, ഒരു മോഡൽ വരുന്നു. അത് പിന്നീട് വികസിപ്പിച്ച് വന്നപ്പോഴാണ് നമ്മുടെ കുമളി ടൗണിൻ്റെ ഇന്ന് കാണുന്ന ഒരു ടൂറിസത്തിൻ്റെ ആളുകൾ കൂടുതൽ തങ്ങാൻ തുടങ്ങുന്നു. ഹോട്ടലുകളിൽ കൂടുതൽ ആളുകൾ നിൽക്കാൻ തുടങ്ങുന്നു, കച്ചവടം പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷം പതുക്കെ രൂപപ്പെടുന്നുണ്ട്. അതൊരു കുറച്ച് 5-6 വർഷം കഴിഞ്ഞ് 2006 ഒക്കെ ആകുമ്പോഴേക്കും നമുക്കതിൻ്റെ ഒരു ഇതിലേക്ക് വരാൻ, നമുക്കൊരു പ്രത്യേക ഘട്ടത്തിലേക്ക് എത്തുകയും അതൊരു ദേശീയ ശ്രദ്ധയൊക്കെ നേടി തുടങ്ങുന്നുണ്ട്. 75-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അത്തരത്തിലുള്ള പുതിയ പ്രോജക്റ്റുകൾ നടപ്പാക്കുന്നു? അത് നമ്മൾ ഇപ്പോൾ പെരിയാറിൻ്റെ 75-ാം വാർഷികമാണ് എന്ന് നമ്മൾ പറയുന്നത് തന്നെ വലിയൊരു അഭിമാനമാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും മികച്ച കടുവ സങ്കേതങ്ങളിൽ ഒന്നായിട്ട് പെരിയാർ പറയുന്നുണ്ട്. എത്രയോ അവാർഡുകളും എല്ലാം മോഡൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മളിതിനെ കാണുന്നത് ഇതൊന്നും തന്നെ നമുക്ക് ആശ്വസിക്കാനുള്ള ഒരു സമയമൊന്നുമല്ല. ഇത് എപ്പോഴും പുതിയ വെല്ലുവിളികൾ, പുതിയ കാലഘട്ടത്തിലേക്ക് നമുക്ക് പോയേ പറ്റൂ. 75 വർഷമാണ്. അപ്പോൾ 75 വർഷം ആ ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ കാണുന്നത്. പെരിയാറിനെ ഒന്നും കൂടെ പുതുക്കിപ്പണികൾ, അടയാളപ്പെടുത്തലുകൾ തീരുന്നില്ല. അതിങ്ങനൊരു തുടർ പ്രവർത്തനമാണ്. പുതിയ കാലത്ത് വെല്ലുവിളികൾ അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഈവൻ തേക്കടിയിലെ ഈ പങ്കാളിത്ത വനപരിപാലനത്തെ, ടൂറിസത്തെ പുതിയ കാലത്തിലേക്ക് പരിവർത്തനപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ വർഷം നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് നോക്കൂ, ഇപ്പോൾ നമുക്ക് എപ്പോഴും അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യം എന്ന് വിളിക്കുന്നത് പെരിയാറിൽ മനുഷ്യ വന്യജീവി സംഘർഷം താരതമ്യേന കുറവാണ്, ഇല്ലെന്ന് തന്നെ പറയാൻ പറ്റും. ഒറ്റപ്പെട്ട അപൂർവ സംഭവങ്ങൾ വെച്ച് കുറവാണ്. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത്. ഒന്ന് നോക്ക്, നമ്മുടെ കാടിനെ നമ്മൾ അതുപോലെ പവിത്രമായിട്ട് തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും കുറച്ച് മണ്ണടിഞ്ഞിരിക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ. ഏറ്റവും പഴക്കം ചെന്ന് കാട് അത്രയും കരുത്തുള്ള കാടാണ്. അപ്പോൾ അതിനെ അതുപോലെ കാത്തു സൂക്ഷിക്കുക. എന്നാൽ അതേസമയം തന്നെ അധിനിവേശ സസ്യങ്ങളടക്കമുള്ള പുതിയ കാലത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിന് പോലുള്ള വെല്ലുവിളികൾ വരുന്നുണ്ട്. അതിനെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഞാൻ സൂചിപ്പിച്ചു, പങ്കാളിത്ത വനപരിപാലനം 25 വർഷം കഴിഞ്ഞു. അതിൻ്റെ പുതിയ കാലത്തേക്ക് മാറ്റണം. പുതിയ തലമുറയാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ ഉണ്ടാക്കേണ്ടി വരും. വേറെ രീതിയിലായിരിക്കും. നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥ, ഗ്രാമങ്ങളിലെ വനാതിർത്തിയിലുള്ള കാർഷിക സമ്പദ് വ്യവസ്ഥയെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. കർഷകരോട് ചേർന്ന് നിന്നിട്ടാണ് നമുക്ക് വനസംരക്ഷണം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വലിയ വെല്ലുവിളിയാണ് നമുക്ക് വരുന്നത്. മൂന്നാമത് നമുക്ക് പറയുന്നത് ടൂറിസത്തെ നമ്മളൊന്ന് പുതുക്കി പണിത് ഇപ്പോൾ വേറെ ഒത്തിരി ടൂറിസം കേന്ദ്രങ്ങളൊക്കെ ചുറ്റും വരുന്നുണ്ട്. അപ്പോഴും പഴയ പ്രതാപത്തിൽ, അതിനും വലിയ പ്രതാപത്തിലേക്ക് കുമളി മാറണം, തേക്കടി മാറണം, കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ വരണം. ഈ വന്യജീവികളെ ആസ്വദിക്കാനുള്ള നമ്മുടെ ഈ സമ്പത്തിനെ നാട്ടുകാർക്കും അല്ലെങ്കിൽ വിദേശികൾക്കടക്കമുള്ള വിനോദസഞ്ചാരികൾക്ക് ആസ്വദിക്കാനുള്ള അവസരങ്ങളും നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ളൊരു ശ്രമത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു 75-ാം വർഷത്തിൽ. പെരിയാർ കടുവാ സങ്കേതത്തിൻ്റെ ആ അഭിമാനം, അത് രാജ്യത്തിന് വാനോളം ഉയർന്നൊരു അഭിമാനമാണ്. അഭിമാനം കാത്തുസൂക്ഷിക്കുന്നതിന് അത്തരം പുതിയ പ്രോജക്റ്റുകൾ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ്.